എങ്ങനെയുണ്ട് പറ? അടിപൊളി അടിപൊളി അടിപൊളി. ചേട്ടാ അറിയാം ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ കണ്ട പടമാണ്. കുറെ പ്രൊമോഷൻസ് വന്നു. അതിന്റെ റിസൾട്ട് തിയേറ്ററിൽ ഓരോ സീൻസിൽ കൈയടികൾ ശരിക്കും പറഞ്ഞുകൊണ്ട് ഓരോ സീൻസിൽ കാണാൻ പറ്റും. എന്താ പ്രഷറായിട്ട് നടന്നു? ഞാനിപ്പോൾ 9 മണിയായിട്ടുള്ളൂ. ഞാൻ ഇതിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ഇരുന്ന് കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ്. പക്ഷെ ഞാൻ പറയാം, നിങ്ങളാണ് അത് കണ്ടിട്ട് എന്നോട് പറയേണ്ടത്. നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയും എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു. 3Dയിലൂടെ വരുമ്പോൾ ഒന്നുകൂടെ മികച്ചതാകും. ഇനി 3Dയിൽ കാണും. എന്റെ വളരെ ഇമോഷണൽ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണാൻ ഇങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ എത്രത്തോളം കുറച്ച് നാളായിട്ട് പണിയെടുത്തോണ്ടിരുന്നത്. ഞങ്ങൾ കുറച്ച് നാൾ പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ ജോയിന് ഒരു ആക്ഷൻ ലെവലിൽ ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിലേക്ക് മാറുകയാണ്. ഒരു നടൻ എന്നുള്ള നിലയിലേക്ക് എല്ലാവർക്കും മാറിയത്. ഒരു വ്യക്തി, നടൻ, കഥാപാത്രം എന്നുള്ളതിൽ മാറി. നമുക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റു സിനിമകളിൽ കണ്ടതുപോലെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതേ ഒരു വലിയൊരു നടനിലേക്ക് 3 ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ ഇന്നാണ് ഈ കെളുവിനെയും അജയനെയും ഒക്കെ കാണുന്നത്. എനിക്ക് അജയനെ ഭയങ്കരമായിട്ട് മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ നായകൻ ഒരു നടൻ എന്ന് പറയണ ഒരു നടൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങി അല്ലേ? ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. അല്ല, അതിന്റെ ഒരു സന്തോഷം. പക്ഷെ ഇതിപ്പോ എനിക്ക് ആ സന്തോഷം വരണമെന്നെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടത് ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവർ പറയും എങ്ങനെയുണ്ടെന്ന് ഇറങ്ങാം. ഇന്നലെയും സന്തോഷം കണ്ടീരായിരുന്നു. അതെ അതെ. താങ്ക് യു. അപ്പൊ 4 പേരോട് പറയും. കൂടെ കുറച്ചൊരു